പാദായ പ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമധാരിണേ നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ അനർപ്പിതചരിം ചിരാത് കരുണയാ അവതീർണ കലോ സമർപ്പയിതും ഉന്നതോജ്വലരസാം സ്വഭക്തിശ്രിയം ഹരിപുരട സുന്ദരാദ്യുതി കദംബ സന്ദീപിത സദാ ഹൃദയകന്ധരേ സ്ഫുരതു വാശചീനന്ദന രാധാകൃഷ്ണ പ്രണയ വികൃതിർഹ്ലാദിനി ശക്തിരസ്മാത് ഏകാത്മാനോ അപി ഭുവി പുരാ ദേഹഭേദം ഗതൗതൗ ചൈതന്യാഖ്യം പ്രകടമധുനാ തദ്വയം ചൈക്യമാപ്തം രാധാഭാവദ്യുതി സുവലിതം നൗമി കൃഷ്ണസ്വരൂപം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും ചൊല്ലണം. ജയ ജയ ഏറ്റു ചൊല്ലു എല്ലാവരും. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ 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 ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ അദ്വൈത ചന്ദ്ര വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ അദ്വൈത ചന്ദ്ര ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. നമ്മള് ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് സ്വരൂപ ദാമോദരനെ കുറിച്ച് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞിരുന്നു, ഒരേ ആചാര്യന്മാരുടെ ജീവചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു, എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് കടന്നത്. അപ്പൊ ഇതിൻ്റെ ഇടയിൽ വരുന്ന പേരുകൾ, പല ആചാര്യന്മാരുടെയും പേരുകൾ ഇതിലുണ്ട്. അപ്പം ആ പേരുകൾ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അവരുടെ ജീവചരിത്രം കൂടി മനസ്സിലാക്കി പോകാം. ഇപ്പൊ സ്വരൂപ ദാമോദര കൃഷ്ണലീലയിലെ ലളിതാ സഖിയായിരുന്നു. ചൈതന്യ ലീലയിലെ വിശാഖ സഖിയാണ് സ്വരൂപ ദാമോദര അവതരിച്ചിരിക്കുന്നത്. സ്വരൂപ ദാമോദര മഹാപ്രഭുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് തന്നെ പറയാം. മഹാപ്രഭു ജഗന്നാഥപുരിയിൽ താമസിക്കുന്ന സമയത്ത് സ്വരൂപ ദാമോദര മഹാപ്രഭുവിനോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്നത് സ്വരൂപ ദാമോദറാണ്. മഹാപ്രഭുവിന്റെ അനുയായികളില് എല്ലാവരും തന്നെ പ്രധാനപ്പെട്ടവരാണ്. പ്രത്യേകിച്ചിട്ട് 3 പേര്, അതായത് സ്വരൂപ ദാമോദര, രാമാനന്ദ റായ്, പിന്നെ ശിഖി മാഹീതി. കൂടാതെ ശിഖി മാഹീതയുടെ സഹോദരി മാധവി ദേവിയും ഉണ്ടായിരുന്നു. മാധവി ദേവി സ്ത്രീ ആയത് കാരണം മഹാപ്രഭു അരയായിട്ടാണ് കണക്കാക്കുന്നത്. 4 പേരെന്നല്ല 3.5 ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇതുകൂടാതെ പരമാനന്ദപുരിയും ഉണ്ടായിരുന്നു.
മഹാപ്രഭുവിനുമായിട്ടുള്ള ആ അടുത്ത സ്വരൂപ ദാമോദർ വളരെ അടുത്ത ഇടപഴകിയിരുന്നത് കാരണം മഹാപ്രഭുവിന്റെ എല്ലാ ലീലകളുടെയും രഹസ്യ കാരണങ്ങൾ, ആ രഹസ്യമായിട്ടുള്ള തത്വങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സ്വരൂപ ദാമോദറിന് സാധിച്ചിരുന്നു. മഹാപ്രഭുവിന്റെ ഭക്തിയുടെ ആഴത്തിലുള്ള വികാരങ്ങൾ മനസ്സിലാക്കാൻ സ്വരൂപ ദാമോദറിന് പ്രത്യേകിച്ചൊരു കഴിവ് തന്നെ ഉണ്ടായിരുന്നു. മഹാപ്രഭു പലപ്പോഴും ഭക്തിയുടെ ഉന്മാദ അവസ്ഥയിലെത്തുമ്പോൾ സ്വരൂപ ദാമോദർ എന്ത് ചെയ്യുന്നു വെച്ചാല് ചണ്ഡീദാസന്റെ, രാമാനന്ദ റായി, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ കർണാമൃതം, ഗീതാ ഗോവിന്ദം തുടങ്ങിയ ആ ഗ്രന്ഥങ്ങളിലെ, അതുപോലെ മറ്റുള്ളവരെഴുതിയ നാടകങ്ങളിലെ ആ ഓരോ വിവരങ്ങളെ കുറിച്ചും ശ്ലോകങ്ങളും ഒക്കെ ഉരുവിട്ടുകൊണ്ട് മഹാപ്രഭുവിനെ സാന്ത്വനപ്പെടുത്തുമായിരുന്നു. പരമാനന്ദപുരിയോട് മഹാപ്രഭുവിനൊരു എന്താ പറയുക, പേരന്റൽ അഫെക്ഷൻ, വാത്സല്യ ഭാവത്തിലാണ് മഹാപ്രഭു പരമാനന്ദപുരിയെ കണക്കാക്കിയിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ സാഖ്യരസത്തില്, അതുപോലെ തന്നെ ദാസ്യരസത്തിലൊക്കെ ആയിരുന്നു അവരെ മഹാപ്രഭുവിനെ ആരാധിച്ചിരുന്നത്. പരമാനന്ദപുരി ആരായിരുന്നു എന്ന് വെച്ചാൽ ഉദ്ധവരാണ്. കൃഷ്ണലീലയിലെ ഉദ്ധവരാണ് പരമാനന്ദപുരിയായിട്ട് ചൈതന്യ ലീലയിൽ അവതരിച്ചിരിക്കുന്നത്. സ്വരൂപ ദാമോദറിന് ഉദ്ധവരെ പോലെ, അതായത് ഉദ്ധവരുടെ ഗുരുവാരാണ് ബൃഹസ്പതിയെ പോലെ ജ്ഞാനിയായിരുന്നു സ്വരൂപ ദാമോദരൻ. അതുപോലെ തന്നെ കീർത്തനങ്ങൾ ആലപിക്കാന് നല്ല കഴിവുണ്ടായിരുന്നു സ്വരൂപ ദാമോദറിന്. അപ്പം മഹാപ്രഭു പലപ്പോഴും ആ ഭഗവാന്റെ വിരഹത്തില്, തീവ്രമായിട്ടുള്ള വിരഹത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് പല കീർത്തനങ്ങളും ആലപിച്ച് മഹാപ്രഭുവിനെ സാന്ത്വനപ്പെടുത്തുമായിരുന്നു സ്വരൂപ ദാമോദർ. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു, ബഹുമാനം പിടിച്ചുപറ്റിയിരുന്നു സ്വരൂപ ദാമോദർ. നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യര്, ശ്രീവാസ പണ്ഡിറ്റ് ഇവരെ പോലെയുള്ള മഹാപ്രഭുവിന്റെ അനുയായികൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു സ്വരൂപ ദാമോദർ. ഒരിക്കൽ മഹാപ്രഭു ഭയങ്കരമായിട്ടുള്ള ആ ഉന്മാദ ലഹരിയില് ഭഗവാനെ അന്വേഷിക്കും. ഞാൻ എവിടെ പോകും, ഞാൻ എന്ത് ചെയ്യണം, എന്ത് നല്ല പ്രവൃത്തി ചെയ്താലാണ് എനിക്ക് ഭഗവാന്റെ ദർശനം കിട്ടുക എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന സമയത്ത് സ്വരൂപ ദാമോദരൻ പല ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ട് മഹാപ്രഭുവിനെ ആശ്വസിപ്പിക്കുമായിരുന്നു. സ്വരൂപ ദാമോദരന്റെ ആ കീർത്തനങ്ങളെല്ലാം കേട്ട് മഹാപ്രഭു ഭക്തിയുടെ ഉന്മാദാവസ്ഥയിൽ എത്തുമായിരുന്നു. മഹാപ്രഭുവിന്റെ സന്യാസ ശിഷ്യരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു സ്വരൂപ ദാമോദരൻ. അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേര് പുരുഷോത്തമൻ എന്നായിരുന്നു. ഇദ്ദേഹം ബംഗാളിലാണ് ജനിച്ചത്. ജനിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ പത്മഗർഭാചാര്യര് ശാസ്ത്രങ്ങൾ പഠിക്കാനായിട്ട് കാശിയിലേക്ക് പുറപ്പെട്ടു പോയി. അതിനുശേഷം അമ്മയും മകനും നവദ്വീപിലും തൻ്റെ മുത്തച്ഛനോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അങ്ങനെ മഹാപ്രഭുവുമായിട്ട് അടുക്കാന് സ്വരൂപ ദാമോദറിനെ ഭാഗ്യം സിദ്ധിച്ചു. പിന്നീട് മഹാപ്രഭു സന്യാസം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം കാശിയിൽ പോയിട്ട് സന്യാസം സ്വീകരിച്ചു. അങ്ങനെ സ്വരൂപ ദാമോദർ എന്ന പേരില് അറിയപ്പെട്ടു. പക്ഷെ അദ്ദേഹം സന്യാസം സ്വീകരിച്ചിരുന്നെങ്കിലും മറ്റു സന്യാസിമാരെ പോലെ കാഷായ വസ്ത്രങ്ങള് സ്വീകരിച്ചിരുന്നില്ല. അതിന് പകരമായിട്ട് ശിഖ വെച്ച് ബ്രഹ്മചാരികളെ പോലെ വെളുത്ത വസ്ത്രം ധരിച്ചു. പിന്നീട് അദ്ദേഹം ആ കൃഷ്ണഭക്തിയാൽ ഉന്മത്തനായിട്ട് അദ്ദേഹം പുരിയിൽ വരികയും മഹാപ്രഭുവിന്റെ സമീപം എത്തുകയും മഹാപ്രഭുവിന് ദണ്ഡ നമസ്കാരം ചെയ്തു. മഹാപ്രഭു അങ്ങനെ ആലിംഗനം ചെയ്ത് തന്റെ കൃപ അദ്ദേഹത്തിൽ ചൊരിഞ്ഞു. പിന്നീട് അദ്ദേഹം മഹാപ്രഭുവിന്റെ കൂടെ ഉള്ളവർക്കെല്ലാം ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഒരിക്കല് ചന്ദൻ യാത്രയുടെ സമയത്ത് മഹാപ്രഭു ലീലകൾ നടത്തുമായിരുന്നു. ഈ ലീലകളൊക്കെ നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ആ ഇന്ദ്രദ്യുമ്ന സരോവറില് ചന്ദൻ യാത്രയുടെ സമയത്ത് നടത്തിയ ലീലയില് സ്വരൂപ ദാമോദര് പങ്കെടുത്തിരുന്നു. അതുപോലെ ഓഠാന ഷഷ്ടിയുടെ അന്ന് ജഗന്നാഥനെ കോടി വസ്ത്രമാണ് ധരിപ്പിക്കുക. അല്ലെങ്കിൽ കോടി വസ്ത്രം എന്ന് വെച്ചാൽ പുതുവസ്ത്രം, അത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ധരിപ്പിക്കുക ജഗന്നാഥനെ. പക്ഷെ അന്നേ ദിവസം പൂജാരിക്ക് എന്തോ തിരക്കുള്ളത് കാരണം ജഗന്നാഥനെ ആ വസ്ത്രം അതേപടി തന്നെ ധരിപ്പിച്ചു. അപ്പൊ ഇത് പൂജാരിക്ക് അത് കഴുകാനുള്ള സമയം കിട്ടിയില്ല. അന്നത്തെ കാലത്തൊക്കെ ഈ വസ്ത്രങ്ങളൊക്കെ സ്റ്റാർച്ച് ചെയ്യുന്നത്
എന്താ കൊള്ളി അല്ലെങ്കിൽ കപ്പ പറയും, മരച്ചീനി പറയും, അതിന്റെ ആ ഇത് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർച്ച് ചെയ്തിരുന്നത്. അപ്പൊ ഇത് പുണ്ടരീക വിദ്യാനിധി ഇത് മനസ്സിലാക്കാനിടയായി. ഭഗവാനെ ധരിപ്പിച്ചിരിക്കുന്ന വസ്ത്രം ഒട്ടും അലക്കാതെയാണ്, കഴുകാതെ അതേപടിയാണ് ധരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കുക മാത്രമല്ല, പൂജാരിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു. സ്വരൂപ ദാമോദരനോടും പൂജാരിയെ കുറ്റപ്പെടുത്തി പറഞ്ഞു. പക്ഷെ സ്വരൂപ ദാമോദർക്ക് അത് ഇഷ്ടമായില്ല. അദ്ദേഹം പറഞ്ഞു, ഭഗവാന് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ബാധകമല്ല, ഭഗവാൻ പരിപൂർണനാണ്, അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുണ്ടരീക വിദ്യാനിധി വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയും പൂജാരിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അപ്പൊ അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, ഇദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ ജഗന്നാഥ ബലദേവ വന്നിട്ട് 2 കവളിലും മാറി മാറി പൊട്ടിച്ചു, ഠേ പൊട്ടിച്ചു. ഇദ്ദേഹത്തിന് വേദന എടുത്തെങ്കിലും ഭഗവാന്റെ അടിയല്ലേ, അത് സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, ജഗന്നാഥൻ ഉടനടി പ്രതികരിക്കുമായിരുന്നു. ഭക്തരുടെ അടുക്കലും രാജാവിന്റെ അടുക്കലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഉടനടി ജഗന്നാഥൻ രാജാവിന്റെ അടുത്ത് ചെല്ലും. കാരണം എന്താന്ന് വെച്ചാൽ അന്നുള്ളവർ അതേപോലെ ഭക്തിയുടെ ഉന്നത തലത്തിലുള്ളവരായിരുന്നു. ജനങ്ങളും അതെ, ഭരിക്കുന്ന രാജാക്കന്മാരും അതെ, ഇന്നത്തെ പോലെയല്ല. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഉണർന്നെഴുന്നേറ്റ് വന്നപ്പോൾ കവള് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ജഗന്നാഥന്റെ ഇന്ന് നല്ല ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന്. പക്ഷെ പുണ്ടരീക വിദ്യാനിധിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. അപ്പൊ സ്വരൂപ ദാമോദര കണ്ടു ഇത്. അദ്ദേഹം പറഞ്ഞു, ഇതിങ്ങനെ ഒരു ശിക്ഷ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഭഗവാൻ നേരിട്ട് ശിക്ഷ കൊടുക്കുക നല്ല കാര്യം തന്നെ, അങ്ങ് ഭാഗ്യമുള്ളവനാണ് എന്ന പുണ്ടരീക വിദ്യാനിധിയെ ഗ്ലോറിഫൈ ചെയ്തു. പിന്നീട് ഒരിക്കല് ഗുണ്ടിജ ക്ഷേത്രത്തിന്റെ ശുദ്ധീകരണ സമയത്ത് ഭഗവാന്റെ മഹാപ്രഭുവിന്റെ പാദത്തിൽ കൂടി ഒഴുകി വന്ന വെള്ളം ഒരു ബ്രാഹ്മണൻ അത് പാദതീർത്ഥമായിട്ട്, ചരണാമൃതമായിട്ട് കരുതി അത് അല്പം എടുത്ത് കുടിച്ചു. ഇത് മഹാപ്രഭു മനസ്സിലാക്കി. മഹാപ്രഭു ഉള്ളിൽ സന്തോഷിച്ചുവെങ്കിലും പുറമെ ദേഷ്യം കാണിച്ചു. ഇത് സ്വരൂപ ദാമോദരനോട് പറയുകയും ചെയ്തു, നിന്റെ നാട്ടുകാരൻ അപരാധം ചെയ്തിരിക്കുന്നു എന്ന്. അപ്പൊ സ്വരൂപ ദാമോദര ബ്രാഹ്മണനെ വിളിച്ചിട്ട് ആ കൂട്ടത്തിൽ നിന്നും പുറത്താക്കി. എന്നിട്ട് മഹാപ്രഭുവിനോട് അദ്ദേഹത്തിനോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മഹാപ്രഭു രഥയാത്രയുടെ സമയത്ത് രഥത്തിന്റെ മുന്നിൽ നിന്ന് കീർത്തനങ്ങൾ ആലപിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുമായിരുന്നു. തന്റെ അനുയായികളെ പല സംഘങ്ങളായിട്ട് തരംതിരിക്കും. ഒരു സംഘം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. അങ്ങനെ കുറെ സംഘങ്ങളുണ്ട്. അവരിൽ ഓരോ സംഘത്തിനും ഓരോ ലീഡറും ഉണ്ടാവും. ഇതിലെ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ലീഡർ സ്വരൂപ ദാമോദരൻ. ലഭിക്കാൻ അപാരമായിട്ടുള്ള കഴിവാണ്. അദ്ദേഹത്തിന്റെ ആ കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ മഹാപ്രഭു ശരിയായിട്ടുള്ള ആ മൂഡില് എത്തുമായിരുന്നു, ആനന്ദ നൃത്തം ചെയ്യുമായിരുന്നു. മഹാപ്രഭുവിന്റെ ആ ഭാവം മനസ്സിലാക്കി കീർത്തനങ്ങൾ ആലപിക്കാന് പ്രത്യേക കഴിവ് സ്വരൂപ ദാമോദരന് ഉണ്ടായിരുന്നു. ഒരിക്കല് രഥയാത്രയുടെ സമയത്ത് രഥയാത്രയൊക്കെ കഴിഞ്ഞിട്ട് മഹാപ്രഭു കുരുക്ഷേത്രത്തിലെ രാധാറാണിയുടെ ഭാവത്തിലെത്തി. കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പിന്നീട്, അതായത് വൃന്ദാവനം വിട്ട് കൃഷ്ണനും ബലരാമനും മധുരയിലേക്ക് പോകും, അവിടെ നിന്ന് ദ്വാരകയിലേക്ക്. പിന്നീട് വൃന്ദാവനത്തിലുള്ളവർ, അതായത് രാധാറാണി ഉൾപ്പെടെയുള്ള ഗോപികമാരും യശോദാമയ്യും നന്ദഗോപരും ഒക്കെ കൃഷ്ണനെ കാണുന്നത് പിന്നീട് കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പം ആ വളരെ നാളത്തെ വേർപിരിയലിന് ശേഷമാണ് ഇവരെല്ലാം ഭഗവാനെ കാണുന്നത്, പ്രത്യേകിച്ചും രാധാറാണി. അപ്പൊ രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള കണ്ടുമുട്ടലുകൾ അങ്ങേയറ്റം പല തരത്തിലുള്ള വികാരങ്ങൾ അനുഭവപ്പെടുന്ന രീതിയിലായിരുന്നു. അപ്പൊ ആ ഭാവത്തിലായിരുന്നു മഹാപ്രഭു. അങ്ങനെ മഹാപ്രഭു എന്ത് ചെയ്തു, കുറെ ശ്ലോകങ്ങൾ അവിടെ നിന്ന് മഹാപ്രഭു തനിയെ ഉരുവിട്ടു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അവിടെയുള്ള ആർക്കും മനസ്സിലായില്ല. പക്ഷെ സ്വരൂപ ദാമോദരനത് മനസ്സിലാക്കാന് സാധിച്ചു. സ്വരൂപ ദാമോദരന് മാത്രമല്ല, രൂപ ഗോസ്വാമിക്കും ആ ശ്ലോകത്തിന്റെ പൊരുള് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. രൂപ ഗോസ്വാമി എന്താ ചെയ്തതെന്ന് വെച്ചാല്, ആ അർത്ഥം മനസ്സിലാക്കി രൂപ ഗോസ്വാമി വേറെ ശ്ലോകം എഴുതി. പക്ഷെ അത് ആരെയും കാണിച്ചില്ല. അദ്ദേഹം താമസിക്കുന്ന ഭജന കുടീരത്തിന്റെ മുകളിൽ അത് ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ മഹാപ്രഭു ഇത് മനസ്സിലാക്കി. അദ്ദേഹം താമസിക്കുന്ന ഭജന കുടീരത്തിലെത്തി അത് കണ്ടെടുത്തിട്ട് അത് വായിച്ചിട്ട് രൂപ ഗോസ്വാമി മഹാപ്രഭുവിനെ ഓടി വന്നിട്ട് നമസ്കരിച്ച് എഴുന്നേറ്റ ഉടനെ രൂപ ഗോസ്വാമിയുടെ കവിളിലിട്ട് നല്ല അടി കൊടുത്തു.
എന്തിനാണ് അടിച്ചത്? നമുക്ക് തോന്നുന്നു മഹാപ്രഭു ദേഷ്യപ്പെട്ടിട്ടാണെന്ന്. ഒരിക്കലും അല്ല. മഹാപ്രഭു രൂപ ഗോസ്വാമിക്ക് തന്റെ കൃപ കൊടുക്കുകയായിരുന്നു, അനുഗ്രഹിക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് രൂപ ഗോസ്വാമിയോട് ചോദിച്ചു, നിനക്കെങ്ങനെ എൻ്റെ ഉള്ള മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു? ഞാൻ ചൊല്ലിയ ശ്ലോകത്തിന്റെ അർത്ഥം നിനക്കെങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് രൂപ ഗോസ്വാമിയുടെ മഹാപ്രഭു ചോദിക്കുകയും ചെയ്തു. ഇത് സ്വരൂപ ദാമോദരനോട് മഹാപ്രഭു പറഞ്ഞു, അവൻ എങ്ങനെ മനസ്സിലാക്കി എൻ്റെ ഭാവം എന്താണെന്ന്. അപ്പൊ സ്വരൂപ ദാമോദർ മറുപടി പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അങ്ങയുടെ കൃപ കൊണ്ടാണ് രൂപ ഗോസ്വാമിക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചത് എന്ന്. ഇപ്പം ആ മഹാപ്രഭുവിന്റെ ഓരോ സമയത്തെ ഓരോ ഭാവങ്ങളും അത് എന്താണെന്ന് ഉൾക്കൊള്ളാനുള്ള കഴിവ് സ്വരൂപ ദാമോദരന് ഉണ്ടായിരുന്നു. ഉൾക്കൊണ്ട് അതിനനുസരിച്ചിട്ട് പ്രതികരിക്കാനും സ്വരൂപ ദാമോദരന് സാധിച്ചിരുന്നു. പലപ്പോഴും സ്വരൂപ ദാമോദറും മഹാപ്രഭുവും കൂടി രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഭക്തിയെക്കുറിച്ച് എന്തെങ്കിലും ശ്ലോകങ്ങളോ കവിതകളൊക്കെ എഴുതുകയാണെങ്കിൽ സ്വരൂപ ദാമോദർ വായിച്ചു നോക്കിയിട്ട് മാത്രമേ അത് മഹാപ്രഭുവിനെ കാണിച്ചിരുന്നുള്ളൂ. മഹാപ്രഭു തന്റെ ലോക ലീലകൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് സ്വരൂപ ദാമോദർ മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം സ്വരൂപ ദാമോദർ വളരെയധികം സങ്കടത്തിലാണ് കാണപ്പെട്ടത്. മഹാപ്രഭു ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇഹലോക ലീലകൾ അവസാനിപ്പിച്ച് തിരിച്ചു പോയതിനു ശേഷം അധികം താമസിയാതെ തന്നെ രഥയാത്രയുടെ സമയത്താണ് സ്വരൂപ ദാമോദരും തന്റെ ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോയത്. അതുപോലെ ആ അന്തിമ സമയത്ത് മഹാപ്രഭു തന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് നാമജപത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഈ കലിയുഗത്തില് ഭഗവാന്റെ തിരുനാമം ഒന്ന് മാത്രമാണ് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം, വേറെ എന്തു ചെയ്തിട്ടും കാര്യമില്ല എന്നവരെ ബോധവാന്മാരാക്കുകയും അത് തന്നെയുമല്ല 8 ശ്ലോകങ്ങളുള്ള ശിക്ഷാഷ്ടകം മഹാപ്രഭു ഉരുവിട്ട് കേൾപ്പിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് വരാം. ഇതില് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ലീലയില് കുറെ അധ്യായങ്ങളുണ്ട്. നമുക്കറിയാം 3 ഭാഗങ്ങളായിട്ടാണ് ചൈതന്യ ചരിതാമൃതം. ആദ്യലീല, മധ്യലീല, അന്ത്യലീല. ആദ്യലീലയില് ഗുരുക്കന്മാരെ, ഗുരു തത്വത്തെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം മഹാപ്രഭുവിന്റെ അവതാരത്തെ കുറിച്ച് അവതരിക്കാനുണ്ടായ കാരണങ്ങൾ, ബാഹ്യ കാരണങ്ങളുണ്ട്, ആന്തരിക കാരണങ്ങളുണ്ട്. ഇതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് നിത്യാനന്ദ പ്രഭു, അദ്വൈത ആചാര്യര്, അങ്ങനെയുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാം. പിന്നീട് കൽപ്പവൃക്ഷം, ഡിസയർ ട്രീ ഉണ്ട് മഹാപ്രഭുവിന്റെ ബ്രാഞ്ചസ്, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ മഹാപ്രഭുവിന്റെ കുറച്ച് ബാല്യകാലത്തെ കുറച്ച് ലീലകളും നമുക്ക് മനസ്സിലാക്കാം ആദ്യ ലീലയിലൂടെ. ആദ്യ ലീല എന്ന് പറയുന്നത് 17 അധ്യായങ്ങളാണ്. നമ്മൾ അവതാരികയിലെ 14 ശ്ലോകങ്ങൾ നമ്മൾ ഓടിച്ചൊന്ന് മനസ്സിലാക്കി ഇല്ലേ? ആ 14 ശ്ലോകങ്ങളുടെ വിവരണമാണ് 7 അധ്യായങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ 7 അധ്യായങ്ങളെ തത്വനിരൂപണം എന്ന് പറയും. അപ്പം നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഇതിനെ മംഗളാചരണം എന്നാണ് പറയുന്നത്. അതെ, ഈ ശ്ലോകം നിങ്ങൾ ഏറ്റു ചൊല്ലണം കേട്ടോ. വന്ദേ ഗുരു നീശ ഭക്താൻ, വന്ദേ ഗുരു വന്ദേ ഗുരു നീശ ഭക്താൻ, വന്ദേ ഈശാവതാരകാൻ, പ്രകാശാംശ്ച തച്ഛക്തി കൃഷ്ണ ചൈതന്യ സംജ്ഞകം. വന്ദേ ഗുരു നീശ ഭക്താൻ, ഈശം അവതാരകാൻ, പ്രകാശാംശ്ച തച്ഛക്തി കൃഷ്ണ ചൈതന്യ സംജ്ഞകം. കൃഷ്ണ ചൈതന്യ സംജ്ഞകം. വന്ദേ പ്രണമിക്കുന്നു, ഗുരുൻ ആധ്യാത്മിക ഗുരുക്കന്മാർക്കായി, ഈശ ഭക്താൻ ഭഗവാന്റെ ഭക്തന്മാർക്കായി, ഈശ അവതാരകാൻ
ഭഗവാന്റെ അവതാരങ്ങൾക്കായി. തത് ഭഗവാന്റെ പ്രകാശാൻ ആവിഷ്കാരങ്ങൾക്കായി. ച തത് ഭഗവാന്റെ ശക്തി ശക്തികൾക്കായി. കൃഷ്ണ ചൈതന്യ ശ്രീകൃഷ്ണ ചൈതന്യൻ. സപ്ഞകം നാമമുള്ള. ഈ വിവർത്തനം ശ്രീല പ്രഭുപാദരുടെ ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം ആരെങ്കിലും വായിക്കൂ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ആധ്യാത്മിക ഗുരുക്കന്മാർക്കും ഭഗവത് ഭക്തന്മാർക്കും ഭഗവത് അവതാരങ്ങൾക്കും അവിടുത്തെ സമഗ്ര വിസ്തരണങ്ങൾക്കും അവിടുത്തെ ശക്തികൾക്കും ആദിപുരുഷനായ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനും ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്ക് 6 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടെ നോക്കൂ, ഒന്നാമത്തെ പറയുന്ന വന്ദേ ഗുരുൻ എന്നാണ് പറയുന്നത്. ഗുരു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഗുരുൻ. ഗുരു എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. ഗുരു എന്ന് പറയുമ്പോൾ പ്ലൂറൽ ബഹുവചനമാണ്. എന്ന് വെച്ചാല് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തൻ്റെ ഗുരുവിന് മാത്രമല്ല പിന്നെയോ ഗുരുക്കന്മാർക്കാണ് പ്രണാമം അർപ്പിക്കുന്നത്. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ ഗുരു ആരാണ്? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആരുടെ ഡയറക്റ്റ് ഡിസൈപ്പിൾ ആണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി? ആർക്കെങ്കിലും പറയാമോ? ഞാൻ എഴുതി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. രഘുനാഥ് ദാസ് ഗോസ്വാമി. തന്റെ ഗുരുവിന് മാത്രമല്ല ഗുരുക്കന്മാർക്കും, പരമ്പരയിൽ വരുന്ന എല്ലാ ഗുരുക്കന്മാരെയും പ്രണമിച്ചുകൊണ്ടാണ് ചൈതന്യ ചരിതാമൃതം ആരംഭിക്കുന്നത്. പിന്നീട് ഈശഭക്താൻ. ഈശ പറഞ്ഞ ഈശ്വരൻ, ഈശ്വരന്റെ ഭക്തന്മാർക്ക്, അതായത് ഭക്തർക്ക് മുഴുവൻ പ്രണാമം അർപ്പിക്കുന്നു. പിന്നെയോ ഈശം പറഞ്ഞാല് ഈശ്വരന്, ശ്രീകൃഷ്ണ ഭഗവാന്. പിന്നെയോ ഈശാവതാരകാൻ, ഭഗവാന്റെ അവതാരങ്ങൾക്ക്. പിന്നെ തത് പ്രകാശാംശ, ഭഗവാന്റെ പ്രകാശം, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. തത് ശക്തി, ഭഗവാന്റെ ശക്തികൾക്ക്. ഇവർക്കെല്ലാം പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ചൈതന്യ ചരിതാമൃതം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മംഗളാചരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 6 കാര്യങ്ങളെ ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പം ഗുരുക്കന്മാർ എന്ന് പറയുമ്പം നമ്മുടെ ദീക്ഷാഗുരു, ശിക്ഷാഗുരുക്കന്മാര് ഇതെല്ലാം വരും. ദീക്ഷാഗുരു ഒന്നേ ഉള്ളൂ, ശിക്ഷാഗുരുക്കന്മാര് പലതുണ്ട് അല്ലേ. പിന്നെ പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാരുണ്ട്. ഇവരെയെല്ലാം പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. ദീക്ഷാഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് മന്ത്രദീക്ഷ തരുന്നത്. ആ ദീക്ഷാഗുരുവാണ് നമ്മളുടെ ഈ ഭഗവാന്റെ ഇടയിൽ ഒരു മധ്യവർത്തിയായിട്ട് നിലകൊള്ളുന്നത്. നമുക്കൊരിക്കലും ഭഗവാനെ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഭക്തർക്കും ഭഗവാനും ഇടയിലുള്ള ഒരു മധ്യവർത്തിയാണ് ആര്? നമ്മളുടെ ദീക്ഷാഗുരു. ദീക്ഷാഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധിയാണ്. ഭഗവാനെ പോലെ തന്നെയാണ്, പക്ഷെ ഭഗവാനല്ല. പക്ഷെ ഭഗവാന് തുല്യം നമ്മൾ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യണം നമ്മളുടെ ആധ്യാത്മിക ഗുരുവിനെ. ആ ഗുരു കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ. ഭഗവാന്റെ കൃപ കിട്ടണമെങ്കിൽ അത് ഗുരുവിൽ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാന് തുല്യം നമ്മളുടെ ആധ്യാത്മിക ഗുരുവിനെ ആരാധിക്കണം. ഗുരുവിന്റെ രൂപത്തിലാണ് കൃഷ്ണ കൃപ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഭഗവാനെ കിട്ടണമെങ്കിൽ നമുക്ക് ഗുരു വേണം. പിന്നീട് ശിക്ഷാഗുരുക്കന്മാരാണ്. ഒരാളല്ല ശിക്ഷാഗുരു എന്ന് പറയുന്നത്. നമ്മൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണയുടെ ആ ABCD എല്ലാം പറഞ്ഞു തരുന്നത് ആരാണ്? ശിക്ഷാഗുരുക്കന്മാരാണ്. അവരെ പലരുണ്ടാവാം, പലരും പല കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കിക്കും. നമുക്ക് ഓരോ കാര്യങ്ങളിൽ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരുന്നത് ശിക്ഷാഗുരുക്കന്മാരാണ്. അപ്പൊ ആ ശിക്ഷാഗുരുക്കന്മാരെയും നമ്മൾ ദീക്ഷാഗുരുവിനെ പോലെ തന്നെ ബഹുമാനിക്കണം. കൃഷ്ണാവബോധത്തിന്റെ ABCD നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവരാണ്. പക്ഷെ ശിക്ഷാഗുരുക്കന്മാര് ഭഗവാന്റെ പ്രതിനിധികളല്ല, അവര് ഭക്തരാണ്. ഭക്തിയുടെ ഉന്നത തലത്തിൽ വർത്തിക്കുന്നവരാണ് ശിക്ഷാഗുരുക്കന്മാര്. ഇവിടെ പറയുന്നുണ്ട് ശിക്ഷാഗുരുക്കന്മാര് 2 തരത്തിലുണ്ട്. ഒന്ന് അന്തര്യാമിയായിട്ട്, അതായത് പരമാത്മാവായിട്ട് കുടികൊള്ളുന്ന ഭഗവാൻ, ചൈത്യഗുരു എന്ന് പറയും.
അത് പരമാത്മാവും ശിക്ഷാഗുരുവാണ്. അതുപോലെ തന്നെ ഉത്തമ ഭക്തരായിട്ടുള്ളവര് ശിക്ഷാഗുരുക്കന്മാരാണ്. അപ്പൊ ശിക്ഷാഗുരുക്കന്മാര് പലരുണ്ട്, പക്ഷെ ദീക്ഷാഗുരു ഒന്നേ ഉള്ളൂ. ഒറിജിനൽ നമ്മളുടെ യഥാർത്ഥ ഗുരു ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്, ഇല്ലേ? വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ജഗദ്ഗുരു ശ്രീകൃഷ്ണ ഭഗവാനാണ്. പിന്നീട് പറയുന്നത് ഭക്താവതാരം, ഇല്ലേ? ഈശഭക്തൻ ഭഗവാന്റെ ഭക്തരെ കുറിച്ചിട്ടാണ് പിന്നീട് പറയുന്നത്. അപ്പം ഭക്തരെന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധികളാണ്. പക്ഷെ നമ്മളെ പോലുള്ള ഭക്തരല്ല ശുദ്ധ ഭക്തര്. അവരെ ഭഗവാന്റെ പ്രതിനിധികളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശുദ്ധ ഭക്തരെ ബഹുമാനിക്കുകയാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചെയ്യുന്നത്. കാരണം എന്താണ്? അവര് ഈശ്വര സ്വരൂപമാണ്. കാരണം അവരുടെ ഹൃദയത്തില് പരമാത്മാവല്ല, ഭഗവാൻ തന്നെയാണ്, നേരിട്ടാണ് അവരുടെ ഹൃദയത്തില് വസിക്കുന്നത്. കാരണം അവര് ഭക്തിയുടെ ഉന്നത തലത്തിൽ എത്തിയവരാണ്. അവരുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങി അവരുടെ ഹൃദയം ശുദ്ധമായതാണ്. അങ്ങനെയുള്ള ശുദ്ധ ഹൃദയത്തിലാണ് ഭഗവാൻ വന്ന് വസിക്കുന്നത്. അപ്പം ശുദ്ധ ഭക്തരുടെ ഉള്ളില് പരമാത്മ രൂപത്തിലല്ല, സ്വയം ഭഗവാൻ തന്നെയാണ് അവരുടെ ഹൃദയത്തില് വസിക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ സാധകരാണ്, നമ്മൾ ഭക്തരായിട്ടില്ല. സാധനാ ഭക്തി പരിശീലിക്കുന്നവരാണ് നമ്മള്. പക്ഷെ നമ്മളുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് ഭഗവാൻ വസിക്കുന്നുണ്ട്. നമ്മളുടെ സാധനാ ഭക്തി ശരിയായ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി നമ്മളുടെ ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാല് നമ്മളുടെ ഹൃദയത്തിൽ ആര് വരും? ഭഗവാൻ വരും. ഭഗവാൻ വന്ന് വാസമർപ്പിക്കും. പിന്നീട് പറയുന്നത് അവതാരം, ഭക്താവതാരം. ഈശാവതാരകാൻ. ഈശം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ. പിന്നെ ഈശാവതാരകാൻ, ഭക്ത അവതാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ഭഗവാന്റെ അവതാരങ്ങൾ അനന്തമാണ്, ഇല്ലേ? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ 3 അവതാരങ്ങളെ കുറിച്ചിട്ട് എടുത്തു പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അംശാവതാരം, ഗുണാവതാരം, പിന്നെ ശക്തി ആവേശ അവതാരങ്ങൾ. ഇങ്ങനെ 3 അവതാരങ്ങളെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതില് അംശാവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ അംശം, അതായത് ഭാഗിക വിസ്തരണങ്ങളാണ്. അതായത് ഭഗവാന്റെ ആ ശക്തി ഭാഗികമായിട്ട് എടുത്ത് അവതരിച്ചിരിക്കുന്നത്. അത് പുരുഷാവതാരങ്ങൾ, 3 പുരുഷാവതാരങ്ങളുണ്ട് നമുക്കറിയാം. കാരണോദയശായി വിഷ്ണു, ഗർഭോദയശായി വിഷ്ണു, ക്ഷീരോദയശായി വിഷ്ണു. പിന്നീട് ലീലാവതാരങ്ങളുണ്ട്. പിന്നെ മത്സ്യ, കൂർമ്മ, വരാഹം തുടങ്ങിയവയുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ശ്ലോകം ഇതിൽ തന്നെ ഉണ്ട്. ആദ്യ ലീലയില് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. എല്ലാത്തിനും ശ്ലോകങ്ങൾ ഇവിടെ ഉണ്ട്. ഈശ്വര സ്വരൂപ ഭക്ത താണ്ഡ്ര അധിഷ്ഠാന ഭക്തേര ഹൃദയ കൃഷ്ണേര സതത വിശ്രമ. ഇപ്പൊ ഭഗവത് സേവനത്തിൽ നിരന്തരം ഒഴുകുന്ന ഒരു പരിശുദ്ധ ഭക്തൻ തന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാനിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല, അഭിന്നനാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മതന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗമി. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകമാണ്. സാധുക്കള് എന്ന് പറയുന്നത് എൻ്റെ ഹൃദയമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അവരുടെ ഹൃദയം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് അവർക്ക്. കാരണം എന്താണ്? അവർക്ക് എന്നെ അല്ലാതെ വേറെ ആരെയും അവർക്ക് അറിയില്ല. അതുകൊണ്ട് എനിക്കും അവരെ മാത്രമേ അറിയുള്ളൂ. ഞാൻ എൻ്റെതായിട്ട് വേറെ ആരെയും ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പം ശുദ്ധഭക്തിയുടെ തലത്തിൽ നമ്മൾ എത്തേണ്ടത് എത്ര ആവശ്യമാണെന്ന് നോക്കും. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഭക്തരെ 2 തരത്തിലുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സേയി ഭക്ത ഗണഹയ ദ്വിവിധ പ്രകാര പാരിഷദ് ഗണ ഏക സാധക ഗണ ആര. അതായത് പരിശുദ്ധ ഭക്തര് 2 തരത്തിലുണ്ട്. പാർഷദരുണ്ട്, നവഭക്തര്, അതായത് ഭക്തിമാർഗത്തില് പുതിയതായിട്ട് വന്നവര്, സാധകര്, നമ്മളെ പോലുള്ളവര്. പാർഷദർ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഏറ്റവും അടുത്ത അനുയായികള്. ഒരു ഭഗവാനെ പോലെ തന്നെ പരിപൂർണരാണ്.
അതേസമയം നമ്മളൊക്കെ ആണെങ്കിൽ പരിപൂർണതയുടെ തലത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നവരാണ്. സാധന ഭക്തി പരിശീലിക്കുന്നവരാണ് നമ്മൾ. ഈ പാർഷദരിൽ ചിലരാണെങ്കിൽ ഭഗവാന്റെ ഐശ്വര്യങ്ങളിൽ ആകർഷകരാകും. അപ്പൊ അവര് വൈകുണ്ഠത്തിലെ പാർഷദരായിട്ട് മാറുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം ഭക്തി മാർഗത്തില് നമ്മൾ ഭഗവാന്റെ ഭക്തിയുടെ സേവനം ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എവിടെ എത്തിച്ചേരാം? ഭഗവാന്റെ ഗോലോകധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതല്ല, ഐശ്വര്യഭാവത്തിലാണ് ഭഗവാനെ, അതായത് വൈകുണ്ഠത്തിലെ നാരായണനെ, മഹാവിഷ്ണുവിനെയാണ് ആരാധിക്കുന്നതെന്ന് വെച്ചാൽ ആ വൈകുണ്ഠ ലോകങ്ങളില് ഭഗവാന്റെ അനുയായികളായിട്ട് പോകാൻ നമുക്ക് സാധിക്കും. അപ്പം സാധനാ ഭക്തിയിലൂടെ നമ്മൾ ഭഗവാന്റെ സേവനം ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭഗവാന്റെ ധാമത്തിൽ പോയി ഭഗവാന് സേവനം അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കും. ഈശ്വരേര അവതാര ഏതേന പ്രകാര അംശാവതാര ആര ഗുണ അവതാര ശക്ത്യാവേശ അവതാര തൃതീയ ഏമത അംശ അവതാര പുരുഷ മത്സ്യാധികായത. അപ്പൊ ഭഗവാന്റെ 3 തരത്തിലുള്ള അവതാരങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അംശാവതാരം, ഗുണാവതാരം, ശക്ത്യാവേശ അവതാരം. അംശാവതാരങ്ങൾക്കുള്ള ഉദാഹരണമാണ് പുരുഷാവതാരങ്ങള്, മത്സ്യാവതാരങ്ങള് തുടങ്ങിയവ. പിന്നെ ഗുണാവതാരങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് ഇല്ലേ? ത്രിഗുണങ്ങൾക്കനുസരിച്ചിട്ട് അത് സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വേണ്ടിയിട്ടാണ്. അത് ആരൊക്കെയാണ്? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരര്. അതാണ് ഗുണാവതാരം എന്ന് പറയുന്നത്. പിന്നെ ശക്തിയാവേശ അവതാരം, അതായത് ഒരു പ്രത്യേക ലീലകൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ശക്തി ആവേശിച്ച് വരുന്നവരുണ്ട്. അതാണ് ശക്തി ആവേശ അവതാരമായിട്ട് കണക്കാക്കുന്നത്. 4 കുമാരന്മാര്, പൃഥു, വ്യാസമുനി, ഇവരൊക്കെ ശക്തി ആവേശ അവതാരങ്ങളാണ്. ശ്രീല പ്രഭുപാദരും ഭഗവാന്റെ ശക്തി ആവേശ അവതാരമാണ്. അപ്പം ഇനി അടുത്തത് ഈ ശക്തി തത്വം, പ്രകാശതത്വം. തത് പ്രകാശാംശ പറയുന്നുണ്ട്. അപ്പൊ പ്രകാശതത്വം 2 തരത്തിലുണ്ട്. പ്രകാശ വിഗ്രഹവുമുണ്ട്, വിലാസ വിഗ്രഹവുമുണ്ട്. ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രകാശ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതേക്കുറിച്ച് മധ്യലീലയിൽ വരുന്നുണ്ട്. വിശദമായിട്ട് മധ്യലീലയിലെ 20ാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പ്രകാശ വിഗ്രഹം എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ അനേകം വിസ്തരണങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം, രാസലീലയിൽ ഓരോ ഗോപികമാരുടെ അടുത്ത് ആരുണ്ടായിരുന്നു? കൃഷ്ണൻ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം തങ്ങളോടൊപ്പം കൃഷ്ണൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. അപ്പൊ അത് ഭഗവാന്റെ പ്രകാശ വിലാസമാണത്. എത്ര ഗോപികമാരുണ്ടോ അത്രയും കോടിക്കണക്കിന് ഗോപികമാരാണ് രാസലീലയിൽ പങ്കെടുത്തത്. ആ കോടിക്കണക്കിന് ഗോപികമാരുടെ ഒപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാൻ തന്നെ ഭഗവാന്റെ അതേ രൂപത്തില് വിസ്തരിക്കുകയാണ് ചെയ്തത്. അതാണ് പ്രകാശ വിസ്തരണം എന്ന് പറയുന്നത്. പിന്നെ പ്രകാശ വിഗ്രഹം. അടുത്തത് വിലാസ വിഗ്രഹം. വിലാസ വിഗ്രഹം എന്ന് പറഞ്ഞാല് രൂപം വ്യത്യസ്തമായിരിക്കും, പക്ഷേ ആ വികാരങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ബലരാമൻ കൃഷ്ണനെ പോലെ തന്നെയാണ്, പക്ഷെ നിറം വ്യത്യാസമാണ്, ലീലകൾ വ്യത്യാസമാണ്, ഇല്ലേ? വികാരങ്ങൾ വ്യത്യാസമാണ്. അതാണ് വിലാസ വിഗ്രഹം എന്ന് പറയുന്നത്. ബലരാമൻ, പിന്നെ വിഷ്ണു ചതുർഭുജ രൂപത്തിൽ, നാരായണൻ, ഇതൊക്കെ വിലാസ വിഗ്രഹങ്ങളാണ്. അപ്പൊ പ്രകാശ തത്വം എന്ന് പറയുന്നത് പ്രകാശ വിഗ്രഹമുണ്ട്, വിലാസ വിഗ്രഹമുണ്ട്. പിന്നെ ശക്തി തത്വം. അടുത്തത് തത് ശക്തി തത്വമാണ്. ശക്തി തത്വം എന്ന് പറയുമ്പോൾ അത് 3 ഉണ്ട്. ലക്ഷ്മി ഗണങ്ങള്, പിന്നെ മഹർഷി ഗണങ്ങള്, പിന്നെ ഗോപികമാര്, ഗോപി ഗണങ്ങള്. ലക്ഷ്മി ഗണങ്ങള്, മഹർഷി ഗണങ്ങള്, ഗോപി ഗണങ്ങള്. അത് ലക്ഷ്മി ഗണം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിലെ ലക്ഷ്മിമാര്. മഹർഷി ഗണം എന്ന് പറഞ്ഞാല് ദ്വാരകയിലെ പത്നിമാര്. അവര് ഭഗവാനെ തന്നെ രാധാറാണിയുടെ എക്സ്പാൻഷൻസ് ആണ് അതെല്ലാം തന്നെ. പിന്നെ ഗോപീഗണങ്ങള്, അവരും ഭഗവാന്റെ ശക്തികളാണ്. എല്ലാം ഭഗവാന്റെ ശക്തിയുടെ എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ വിസ്തരണങ്ങളാണ് ഇവയെല്ലാം തന്നെ. ലക്ഷ്മി ഗണം, മഹർഷി ഗണം, ഗോപീഗണം. പിന്നെ ഈശൻ ആരാണ്?
ഈശ്വരൻ ശ്രീകൃഷ്ണ ഭഗവാൻ. ഇങ്ങനെ 6 തരത്തിലാണ് ഗുരു തത്വം ഇവിടെ വന്നിരിക്കുന്നത്. ഇവരെയെല്ലാം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പ്രഥമ ശ്ലോകത്തില് പ്രണാമം അർപ്പിക്കുകയാണ്. മംഗളാചരൺ എന്ന് പറയുന്നത് 1ഉം 2ഉം ശ്ലോകങ്ങളാണ്. അപ്പൊ ഇത് മനസ്സിലായി കാണുമല്ലോ. ആധ്യാത്മിക ഗുരുക്കന്മാർക്കും ഭഗവത് ഭക്തർക്കും ഭഗവാന്റെ അവതാരങ്ങൾക്കും ഭഗവാന്റെ സമഗ്ര വിസ്തരണങ്ങൾക്കും അവിടുത്തെ ശക്തികൾക്കും ആദിപുരുഷനായ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനും ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇതെല്ലാം വിശദമായിട്ട് ഇനി വരുന്നുണ്ട്. അപ്പം ഈ ആദലീല കൊണ്ട് നമുക്ക് ഗുരു തത്വം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 2ാമത്തെ ശ്ലോകം. വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ. ചൊല്ലു എല്ലാവരും. വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദോ സഹോദിതോ നിത്യാനന്ദോ സഹോദിതോ സഹോദിതോ ഗൗഡോദയേ പുഷ്പവന്തോ ഗൗഡോദയേ പുഷ്പവന്തോ ചിത്രൗ ശന്തൗ തമോനുദൗ ചിത്രൗ ശന്തോ തമോനുദൗ വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദൗ സഹോദിതൗ നിത്യാനന്ദോ സഹോദിതോ ഗൗഡോദയേ പുഷ്പവന്തോ ഗൗഡോദയേ പുഷ്പവന്തോ ചിത്രൗ ശന്തൗ തമോദിതൗ ചിത്രൗ ശന്തോ തമോനുദൗ. ഹരേ കൃഷ്ണ. വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദോ സഹോദിതൗ വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദോ സഹോദിതോ ഗൗഡോദയേ പുഷ്പവന്തോ ചിത്രൗ ശന്തൗ ചിത്രൗ ശന്തോ തമോനുദൗ. വന്ദേ പ്രണമിക്കുന്നു. ശ്രീകൃഷ്ണ ചൈതന്യ ശ്രീകൃഷ്ണ ചൈതന്യന് നിത്യാനന്ദൗ നിത്യാനന്ദ പ്രഭുവിനും സഹ ഉദിതൗ ഒരേ സമയം ഉദിച്ചു. എവിടെ? ഗൗഡ ഉദയെ ഗൗഡത്തിന്റെ പൂർവചക്രവാളത്തിൽ. പുഷ്പവന്തൗ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച്. ചിത്രൗ അത്ഭുതകരം. ശംദൗ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ്. തമാനുദൗ ഇരുട്ടിനെ അകറ്റി. ഇവിടെ 2ാമത്തെ ശ്ലോകത്തിൽ ആർക്കാണ് പ്രണാമം അർപ്പിക്കുന്നത്? മഹാപ്രഭുവിനും നിത്യാനന്ദ പ്രഭുവിനും. എങ്ങനെയാണ് പ്രണാമം അർപ്പിക്കുന്നത്? അവരെ എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്നത്? വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദോ സഹോദിതോ. അവരെ ഒരുമിച്ച് 2 പേരും ഒരുമിച്ച് ഗൗഡോദയെ പുഷ്പവന്തോ. ഗൗഡോദയെ ഗൗഡദേശത്ത്. ഗൗഡദേശം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ബംഗാളില്. ബംഗാളിന്റെ ചക്രവാളത്തിലെ ഒരേ സമയം എങ്ങനെ? ചിത്രൗ ശന്തൗ തമോനുദൗ സൂര്യചന്ദ്രന്മാര് ഒരുമിച്ച് ഉദിച്ച് ഉയർന്നു എന്നാണ് പറയുന്നത്. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ഉദിക്കാറുണ്ടോ? ഇല്ല. സൂര്യൻ ഉദിച്ച് അസ്തമിച്ചതിന് ശേഷമാണ് ചന്ദ്രൻ വരുന്നത്, ഇല്ലേ? പക്ഷെ ഇവിടെ ബംഗാളിന്റെ ചക്രവാളത്തില് സൂര്യനും ചന്ദ്രനും ഒരേ സമയം ഉദിച്ച് ഉയർന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ലോക ജനതയുടെ അജ്ഞതയാകുന്ന അന്ധകാരത്തെ, ഇരുട്ടിനെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരേ സമയം 2 പേരും ബംഗാളിലെ പൂർവചക്രവാളത്തില് ഉദിച്ച് ഉയർന്നു. എങ്ങനെ ഉദിച്ചുയർന്നു? അത്യധികം സൂര്യചന്ദ്രന്മാരുടെ തേജസ്സോടെ തന്നെ, അത്യധികം തേജസ്സോടെ 2 പേരും ഒരേ സമയം അവിടെ അവതരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള നിത്യാനന്ദ പ്രഭുവിനും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനും ഞാൻ പ്രണാമം അർപ്പിക്കുന്നു എന്നാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകം. യദ്ദ്വൈതം ബ്രഹ്മോപനിഷദി. ചൊല്ലു എല്ലാവരും. കാണാൻ യദ്ദ്വൈതം ബ്രഹ്മോപനിഷദി തദപ്യസ്യ തനുഭാ തപസ്യ തദപ്യസ്യ തനുഭാ തദപ്യസ്യ തനുഭാ യ ആത്മാന്തർയാമി പുരുഷ യാത്മാന്തർയാമി പുരുഷ സോ അസ്യാംശ വിഭവഃ ഷഡൈശ്വര്യേ പൂർണ്ണോയ ഷഡൈശ്വര്യോയ ഭഗവാൻ സസ്വയമയം ഭഗവാൻ സ്വയം ന ചൈതന്യാത് കൃഷ്ണ ജഗതി
ചൈതന്യ ജഗതി പരതത്വം പരമിഹ പരതത്വം പരമിഹ യദ്ദ്വൈതം ബ്രഹ്മോപനിഷദി തദപ്യസ്യ തനുഭാ യ ആത്മാന്തര്യാമി പുരുഷ ഇതി സോ യസ്യാംശ വിഭവഃ ഷഡൈശ്വര്യേ പൂർണ്ണോയ ഇഹ ഭഗവാൻ സ സ്വയമയം ന ചൈതന്യാത് കൃഷ്ണാത് ജഗതി പരതത്വം പരമിഹ. ഈ ചൈതന്യ ചരിതാമൃതത്തിൽ നമുക്കാകെ 11,500 ശ്ലോകങ്ങൾ കാണാൻ കഴിയും. ഇതിലെ 800 ശ്ലോകങ്ങള് സംസ്കൃത ശ്ലോകങ്ങളാണ്, ബാക്കി ബംഗാളി ഭാഷയിലാണ്. അപ്പൊ ഇതില് ശ്രീല പ്രഭുപാദര് ധാരാളം ശ്ലോകങ്ങള് ഭാഗവതത്തിൽ നിന്ന്, ഭക്തിരസാമൃത സിന്ധുവിൽ നിന്നൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ബ്രാക്കറ്റിൽ അതിന്റെ ഇത് എഴുതിയിട്ടുമുണ്ട്. നമുക്കത് പോകെ പോകെ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ യത് പറഞ്ഞ ഏത്, അദ്വൈതം ദ്വൈതമല്ലാത്ത, ബ്രഹ്മ അവ്യക്തിഗത ബ്രഹ്മ, ഉപനിഷദി ഉപനിഷത്തുക്കളിൽ, തത് അത്, അപി തീർച്ചയായും, അസ്യ അദ്ദേഹത്തിന്റെ എന്നല്ല അവിടുത്തെ, നമ്മൾ ഭഗവാനെ അദ്ദേഹം എന്നൊരിക്കലും സംബോധന ചെയ്യില്ല, അവിടുത്തെ, തനുഭ ശരീരത്തിന്റെ അതീന്ദ്രിയ പ്രഭാപൂരം, യ ആര്, ആത്മാ പരമാത്മാവ്, അന്തര്യാമി ഉള്ളിൽ കുടികൊള്ളുന്ന, പുരുഷ ആസ്വാദകൻ, ഇതി അപ്രകാരം, സ അവിടുന്ന്, അസ്യ അവിടുത്തെ, അംശവിഭവ സമ്പൂർണ്ണ വിസ്തരണം, ഷഡൈശ്വര്യേ 6 ഐശ്വര്യങ്ങളോടും കൂടി, പൂർണ്ണ യ ആര്, ഇഹ ഇവിടെ, സ അവിടുന്ന്, സ്വയം അവിടുന്ന് തന്നെ, അയം ഇത്, ന അല്ല, ചൈതന്യ ഭഗവാനേക്കാൾ, കൃഷ്ണാത് കൃഷ്ണ ഭഗവാനേക്കാൾ, ജഗതി ലോകത്തിൽ, പരം ഉയർന്ന, തത്വം സത്യം, പരം മറ്റൊരു, ഇഹ ഇവിടെ. വിവർത്തനം ശ്രീല പ്രഭുപാദരുടേത്. ശ്രീല പ്രഭുപാദ് കി ജയ്. അവ്യക്തിക ബ്രഹ്മമെന്ന് ഉപനിഷത്തുക്കൾ വിവരിക്കുന്നത് ഏതിനെയാണോ അത് അവിടുത്തെ ശാരീരിക പ്രഭാപൂരം മാത്രമാകുന്നു. അന്തര്യാമിയായ പരമാത്മാവ് അറിയപ്പെടുന്നതോ അവിടുത്തെ സ്ഥാനീയ അംശവൈഭവവും. ഷഡൈശ്വര്യങ്ങളിൽ സമ്പൂർണനായ പരമപുരുഷ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാകുന്നു, ശ്രീ ചൈതന്യ മഹാപ്രഭു. ആകയാൽ പരിപൂർണ സത്യമായ ശ്രീ ചൈതന്യന് തുല്യമായോ ഉപരിയായോ മറ്റൊരു സത്യവും ഇല്ല തന്നെ. ഈ ശ്ലോകത്തിൽ കൂടി ഉറപ്പിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുകയാണ്. അപ്പൊ ഈ 3ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് വസ്തു നിർദ്ദേശം. 1ഉം 2ഉം മംഗളാചരൺ, അത് എല്ലാ ഗുരുതത്വങ്ങൾക്കും പ്രണാമം അർപ്പിച്ചു, ഭഗവാനെ നിത്യാനന്ദ പ്രഭു കൃഷ്ണനും ബലരാമനും പ്രണാമം അർപ്പിച്ചു. അതിനുശേഷം വസ്തു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിൽ കൂടി നമ്മൾ ആരെയാണോ എന്താണോ മനസ്സിലാക്കുന്നത് അതാണ് വസ്തു. ഈ ഗ്രന്ഥത്തിൽ കൂടി ആരെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ. മഹാപ്രഭു ആരാണ്, എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം അവതരിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ കൂടി മനസ്സിലാക്കുന്നത്. അതാണ് വസ്തു നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, ഇത് നമ്മൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അവ്യക്തിക ബ്രഹ്മമെന്ന് ഉപനിഷത്തുക്കൾ വിവരിക്കുന്നത് ഏതിനെയാണോ അത് അവിടുത്തെ ശാരീരിക പ്രഭാപൂരം മാത്രമാകുന്നു. അതായത് ബ്രഹ്മമെന്ന് മായാവാദികളൊക്കെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭഗവാന്റെ ശരീരത്തിലെ തേജസ്, ആ ബ്രഹ്മജ്യോതിയിൽ ലയിച്ചു ചേരാനാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. അവിടെ ഇരിക്കാനാണ്. ബ്രഹ്മജ്യോതി ലയിച്ചു ചേരുക എന്ന് വെച്ചാൽ പ്രകാശത്തിൽ അവിടെ ഇരിക്കുക. അതായത് ഒരു ചിലന്തിയുടെ വലയില് പ്രാണികൾ കുടുങ്ങിപ്പെട്ടു കഴിഞ്ഞാൽ അത് പുറത്തു കടക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ബ്രഹ്മജ്യോതിയില് കുടുങ്ങിക്കിടക്കുക മാത്രമേ പറ്റുള്ളൂ. അവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഭഗവാനെ കുറിച്ച് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ അവിടെ ഇരുന്നും കൊണ്ട് അങ്ങനെയുള്ളവർ ഭഗവാനെ ധ്യാനിച്ചിട്ട് അവിടെ നിന്നും പരമാത്മാവിലേക്ക് കടക്കും. അവിടെ ഇരുന്ന് പിന്നെയും ഭഗവാനെ ധ്യാനിക്കുകയാണെങ്കിൽ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ അത് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ടാണ് ഭക്തരൊരിക്കലും ആ ബ്രഹ്മത്തിലെ മോക്ഷം ആഗ്രഹിക്കാത്തത്. മോക്ഷം അതായത് കൈവല്യം നരകായത എന്നാണ് പറയുന്നത്. മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ നരകത്തിന് തുല്യമാണ്. ഈ ബ്രഹ്മജ്യോതിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ സാധിക്കില്ല.
ആ പുണ്യത്തിന് പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വരും. അത് ഏത് രൂപത്തിലാണ് വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഭക്തരൊരിക്കലും മോക്ഷം ആഗ്രഹിക്കില്ല. അപ്പം ആ ഭഗവാന്റെ ശരീരത്തിലെ ആ തേജസ്സാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തെയാണ് അവർ ഭഗവാനായിട്ട് കണക്കാക്കുന്നത്. അന്തര്യാമിയായ പരമാത്മാവായി അറിയപ്പെടുന്നതാണെങ്കിലോ ഭഗവാന് ആ സ്ഥാനീയ പരമാത്മാവ്, അതായത് നമുക്കറിയാം ക്ഷീരോദശായി വിഷ്ണു പുരുഷാവതാരങ്ങളിൽ ഒന്നാണ് ഇല്ലേ, ഭഗവാന്റെ വിസ്തരണമാണ്. ആ ക്ഷീരോദശായി വിഷ്ണുവാണ് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളില് പരമാത്മാവായിട്ട് കുടികൊള്ളുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ആ സ്ഥാനീയ പരമാത്മാവ് ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ എക്സ്പാൻഷൻ, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് സ്വയം പരമാത്മാവായിട്ട് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളില് കുടികൊള്ളുന്നത് എന്ന്. ആ ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് വസ്തു. ഷഡൈശ്വര്യങ്ങളാൽ ഭഗവാൻ എങ്ങനെയുള്ളതാണ്? ഷഡൈശ്വര്യങ്ങൾ നമുക്കറിയാം. ഐശ്വര്യം, വീര്യം, യശസ്, കീർത്തി, ജ്ഞാനം, സൗന്ദര്യം, ഇതെല്ലാം ഒത്തിണങ്ങിയത് ഭഗവാന് മാത്രമേ ഉള്ളൂ ഇല്ലേ. ഷഡൈശ്വര്യങ്ങളാൽ സമ്പൂർണനായ പരമപുരുഷ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് എല്ലാവരുടെയും ഹൃദയങ്ങളിലെ പരമാത്മാവായിട്ട് കുടികൊള്ളുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ പരിപൂർണ സത്യം ഭഗവാൻ തന്നെയാണ്, മഹാപ്രഭു തന്നെയാണ്. അങ്ങനെയുള്ള മഹാപ്രഭുവിന് തുല്യമായിട്ടോ ഉപരിയായിട്ടോ ആരും തന്നെ ഇല്ല. നമ്മളെപ്പോഴും പറയും ശ്രീകൃഷ്ണ ഭഗവാന് തുല്യമായിട്ടോ ഉപരിയായിട്ടോ ആരുമില്ല എന്ന് പറയുന്നത് പോലെ മഹാപ്രഭുവിന് തുല്യമായിട്ടോ ഉപരിയായിട്ടോ ആരും തന്നെയില്ല എന്നിവിടെ ഉറപ്പിച്ച് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളോട് പറയുകയാണ്. നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഈ ഗ്രന്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയാണ്. ആ മഹാപ്രഭുവിനെ കുറിച്ചിട്ടാണ് ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത്. നമ്മൾ ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, സർവസ്യ ചാഹം ഹൃദയ സന്നിവിഷ്ട മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച അല്ലേ. അതായത് ജീവാത്മാക്കൾക്ക് ബുദ്ധിശക്തി, ഓർമ്മശക്തി, മറവി ഇതൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഭഗവാനാണ് ഇല്ലേ. എല്ലാ വേദങ്ങളിലും പ്രതിപാദിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ടാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. അപ്പം ആ മഹാപ്രഭുവിനെ കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിലെ ചൈതന്യ ചരിതാമൃതത്തിലെ മുഖ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. ആ ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ ഇല്ലേ. ഇനി 4-ാമത്തെ ശ്ലോകം, ഞാനത് അയച്ചില്ല, ഇത് 3 എടുക്കാനേ സമയമുള്ളൂ എന്നാണ് കരുതിയത്. 4-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. അനർപ്പിത ചരിം ചിരാത് കരുണയ അവതീർണ കലോ സമർപ്പയിതും ഉന്നതോജ്വലരസാം സ്വഭക്തി ശ്രിയം ഹരിപുരട സുന്ദര ദ്യുതി കദംബ സന്ദീപിതഃ സദാ ഹൃദയ കന്ദരേ സ്ഫുരതു വാശചീ നന്ദന. ഇനി അടുത്തത്, ഇപ്പം മംഗളാചരണം കഴിഞ്ഞു, എല്ലാവരെയും നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് വസ്തു നിർദ്ദേശം, എന്താണ് പ്രതിപാദ്യ വിഷയമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആശീർവാദമാണ്, അനുഗ്രഹമാണ്. അതായത് ഈ ഗ്രന്ഥം ആരൊക്കെ വായിക്കുന്നുവോ, പഠിക്കുന്നുവോ, മനസ്സിലാക്കുന്നുവോ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അനർപ്പിത, അനർപ്പിത പറഞ്ഞാല് നൽകിയിട്ടില്ലാത്ത, ചരീം മുമ്പൊരിക്കലും, ചിരകാലത്തേക്ക്, കരുണയ അഹേതുകമായ കാരുണ്യത്താൽ, അവതീർണ അവതരിച്ചു, കലോ കലയുടെ യുഗത്തിൽ, സമർപ്പയിതും നൽകുവാൻ, ഉന്നത ഉത്കൃഷ്ടമായ, ഉജ്ജ്വല രസം മാധുര്യ രസം, സ്വഭക്തി സ്വന്തം സേവനത്തിന്റെ, ശ്രീയം സമ്പത്ത്, ഹരി പരമോന്നതനായ ഭഗവാൻ, പുരട സ്വർണത്തേക്കാൾ, സുന്ദര കൂടുതൽ സുന്ദരം, ദ്യുതി തേജസ്സിന്റെ, കദംബ ബാഹുല്യത്തോടുകൂടി, സന്ദീപിത പ്രകാശിക്കുക, സദാ എല്ലായ്പ്പോഴും, ഹൃദയകന്ദരെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ,
സ്ഫുരതെ അവിടുന്ന് പ്രത്യക്ഷനാകട്ടെ. വ നിന്റെ ശചീനന്ദന ശചി മാതാവിന്റെ പുത്രൻ. വിവർത്തനം ശ്രീല പ്രഭുപാദരുടേത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീമതി ശചി ദേവിയുടെ പുത്രൻ എന്നറിയപ്പെടുന്ന പരമപുരുഷ ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തഃപുരത്തിൽ എന്നെന്നും വസിക്കുമാറാകട്ടെ. തിളയ്ക്കുന്ന പൊന്നിന്റെ തിളക്കത്തോട് വിളങ്ങുന്ന അവിടുന്ന് തന്നെ കാരണമില്ല കരുണയാൽ എന്നല്ല, അതിനു പകരം അഹേതുകമായ കാരുണ്യത്താൽ ഈ കലിയുഗത്തിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണ്. മുൻപെങ്ങും മറ്റൊരവതാരവും നൽകാത്തത് നൽകാൻ ഭക്തിയുടെ ഉന്നതോജ്വല രസമായ മാധുര്യ പ്രേമരസം. ഹരേ കൃഷ്ണ. അപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി എല്ലാവരെയും ഈ ഗ്രന്ഥം ആരൊക്കെ വായിക്കുന്നു, എത്ര തലമുറകൾ കഴിഞ്ഞാലും ആരൊക്കെ ഇത് വായിക്കുന്നു, അവർക്കെല്ലാം ശചീനന്ദനായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി. ഈ ശചിമാതയുടെ, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മാതാവ് ശചിദേവിയാണ്. ശചിദേവിയുടെ പുത്രൻ എന്നറിയപ്പെടുന്ന പരമപുരുഷ ഭഗവാൻ, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളുടെ എല്ലാവരുടെയും ഈ സാധകരുടെ ഹൃദയത്തിന്റെ ഉള്ളറയില് എന്നെന്നും വസിക്കട്ടെ എന്നാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആ ശചിപുത്രൻ, അതായത് നിമായി എങ്ങനെയുള്ളവനാണ്? തിളയ്ക്കുന്ന പൊന്നിന്റെ തിളക്കത്തോടെ, അതായത് സുവർണ നിറത്തോടെ, സുവർണവർണ്ണ ഹേമാങ്കു എന്നാണ് മഹാപ്രഭുവിനെ സൂചിപ്പിക്കുന്നത്. ആ തിളയ്ക്കുന്ന ഉരുകിയ സ്വർണത്തിന്റെ നിറമായിരുന്നു മഹാപ്രഭുവിന്. അതായത് രാധാറാണിയുടെ നിറത്തിലും ഭാവത്തിലുമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുന്നത്. രാധാറാണിയുടെ നിറം എന്ന് പറയുന്നത് സുവർണ നിറമാണ്, ഗോൾഡൻ കളറാണ്. ഗൗരാംഗൻ എന്നങ്ങനെയാണ് മഹാപ്രഭുവിനെ വിളിക്കുന്നത്. അപ്പൊ ആ നിറത്തോടു കൂടിയാണ് മഹാപ്രഭു അവതരിച്ചിരിക്കുന്നത് ഈ കലിയുഗത്തില്. എന്തിനു വേണ്ടിയിട്ട്? മറ്റൊരവതാരവും നമുക്ക് തരാൻ വേണ്ടിയിട്ട്. മറ്റാരും തരാത്തത് എന്താണ്? ഈ കലിയുഗത്തിൽ നമുക്ക് തന്നത് എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. അത് ഗോലോകത്തിലെ മന്ത്രമാണ്. ഇതേവരെ ആരും അത് നൽകിയിട്ടില്ല ഒരു യുഗത്തിലും. അപ്പം മറ്റാരും നൽകിയിട്ടില്ലാത്തത് നൽകുവാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന് ഈ കലിയുഗത്തില് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഈ കലിയുഗത്തില് വേറൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. യാഗങ്ങളോ മറ്റ് യജ്ഞങ്ങളോ ഹോമങ്ങളോ ഇതൊന്നും ശരിയായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിനുള്ള സാഹചര്യങ്ങളില്ല, പരിശുദ്ധമായിട്ടുള്ള സാധന സാമഗ്രികൾ കിട്ടില്ല. എല്ലാം മായം കലർന്നതാണ്. മനുഷ്യർ പോലും മായം കലർന്നവരാണ്, ഇല്ലേ? അപ്പം ഈ കലിയുഗത്തില് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് ഭഗവാനറിയാം. അതുകൊണ്ട് കലിയുഗത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് ഒന്നു മാത്രമേ സാധിക്കുള്ളൂ, ഭഗവാന്റെ തിരുനാമം. ആ തിരുനാമത്തിന് മാത്രമേ നമ്മളെ ഉയർത്താന് സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി ആ തിരുനാമം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അതായത് യുഗധർമ്മമാണ് സങ്കീർത്തന യജ്ഞം എന്ന് പറയുന്നത്, ഭഗവാന്റെ തിരുനാമം. ആ യുഗധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത് ഈ കലിയുഗത്തില്. അത് ഭക്തിയുടെ ഉന്നത രസമായിട്ടുള്ള മാധുര്യ പ്രേമം, അതായത് കൃഷ്ണപ്രേമം ആരും നൽകിയിട്ടില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ പോലും തന്നിട്ടില്ല നമുക്ക്. പക്ഷെ ശ്രീ ചൈതന്യ മഹാപ്രഭു അങ്ങേയറ്റം ദയാലുവാണ്, കരുണാമയനാണ്, പതിതാത്മാക്കളോട് കരുണ കാണിക്കുന്ന അവതാരമാണ്. അതുകൊണ്ടാണ് നമോ മഹാവദന്യായ എന്ന രൂപഗോസ്വാമി വിശേഷിപ്പിച്ചത്. ഏറ്റവും ദയുള്ള പതിതരോട് കരുണയുള്ള ഒരു അവതാരം ഇതിനു മുൻപ് ഇതുപോലെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് കാരുണ്യവാനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അതാ ഭക്തിയുടെ ഉന്നതോജ്വല രസമായിട്ടുള്ള പ്രേമഭക്തി നൽകാൻ വേണ്ടിയിട്ടാണ് മഹാപ്രഭു ഈ കലിയുഗത്തില് അവതരിച്ചത്. ഹരേ കൃഷ്ണ. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരിക്കും ഭയങ്കര ടഫാണ്, പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തായാലും നമ്മളെല്ലാം വളരെ ഭാഗ്യം ചെയ്തവരാണ്. മാതാജിക്കും മാതാജിയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഒരു ആദരവപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ സിന്ധുപേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.
कोटि वैष्णवंत की, हरिनाम संकीर्तन यज्ञ की, हरे कृष्णा महामंत्र की, श्रील प्रभुपाद की जय, श्री अनंत पद्मनाभ स्वामी की जय। हरे कृष्णा। हरे कृष्ण प्रभु, हरे कृष्ण महाराज जी, हरे कृष्ण। प्रणाम।